ഗോപാലകൃഷ്ണൻ ഏലിയാസ് ദിലീപ്, അത് ദിലീപാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 9ാം പ്രതി സനിൽ കുമാർ ഏലിയാസ് മേസ്ത്രി സനിൽ എന്നിവരെ ഒഴിവാക്കി 6 പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. നടി ആക്രമിച്ച കേസിലെ വിധിപ്പകർപ്പ് നേരത്തെ തന്നെ ചോർന്നുവെന്ന ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിന്റെ ആരോപണം തള്ളുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. വിധിയുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഊമക്കത്ത് തങ്ങൾ അറിയാതെയാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ചീഫ് ജസ്റ്റിസിന് കൈമാറിയതെന്നും നടപടിയിൽ അസോസിയേഷന് യാതൊരുവിധ പങ്കില്ല എന്നും സെക്രട്ടറി അഡ്വക്കേറ്റ് MR നന്ദകുമാർ അറിയിക്കുന്നു. ഊമക്കത്ത് സംബന്ധിച്ചോ അത് ചീഫ് ജസ്റ്റിസിന് കൈമാറുന്നതിനെ കുറിച്ചോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നും കമ്മിറ്റിയിൽ ആലോചിക്കാതെ സ്വന്തം നിലയിൽ പ്രസിഡന്റ് തീരുമാനമെടുക്കരുതെന്നും നന്ദകുമാർ പറയുന്നു. നടി ആക്രമിച്ച കേസിലെ വിധി ചോർന്നെന്നുള്ള ഊമക്കത്താണ് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ഷേണായി ചീഫ് ജസ്റ്റിസിന് കൈമാറിയത്. അതേസമയം നടി ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വെള്ളിയാഴ്ച വിചാരണ കോടതിയിൽ ആവശ്യപ്പെടും. എന്നാൽ 7 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിച്ചതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് പ്രതിഭാഗത്തിന്റെ നിലപാട്.